ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റീൽസ് ആയ സാമ്പിഡോ ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസിനെ പറ്റിയാണ്. ആ വീഡിയോക്കകത്ത് അവർ പറയുന്നത് ഈ ഡാൻസ് കളിക്കുന്നത് ഡാർക്ക് മാജിക് ആണെന്നും മനുഷ്യനോ കാര്യങ്ങളോ ഒന്നുമല്ല ഡാൻസ് കളിക്കുന്നത് എന്നാണ്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. എന്റെ അന്വേഷണം ആദ്യം പോയത് ChatGPTയിലോട്ടായിരുന്നു. ChatGPT പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, സാമ്പിഡ എന്ന് പറയുന്ന ഒരു ഡാൻസ് വെസ്റ്റേൺ ആഫ്രിക്കക്കാര് അവരുടെ ഫെസ്റ്റിവൽസിന് യൂസ് ചെയ്ത് വരുന്ന ഒരു ഡാൻസ് ആണ്. ഈ ഡാൻസിൽ അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നത് അവരുടെ നൈറ്റ് ഗാർഡിയൻ ആയ ഒരു ഈവിൾ സ്പിരിറ്റ് ആണ്, അഥവാ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ആണ് ആ ഡാൻസ് കളിക്കുന്നത് എന്നാണ് അതിൽ പറയുന്നത്. ChatGPT തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവര് ഡാൻസിന്റെ അവസാനം അത് തുറന്ന് അതൊരു MD ആണെന്ന് മറ്റുള്ളവരെ കാണിക്കുകയും അവസാനം അതിൽ തീയിടുന്ന പരിപാടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇനി ഇത് മനുഷ്യനല്ല ചെയ്യുന്നത് എന്ന് പറയാൻ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഡാൻസിങ് സ്കില്ലാണ്. കാരണം മനുഷ്യനെ കൊണ്ട് കളിക്കാൻ പറ്റാത്ത പല പല മൂവ്മെന്റുകളാണ് ഈ ഡാൻസിൽ അതിൽ ചെയ്യുന്നത്, അതായത് സ്പിന്നിങ്. എന്റെ അന്വേഷണം ChatGPT മാത്രം ഒതുങ്ങിയിട്ടില്ല. ഞാൻ നേരെ ഇത് ഗൂഗിൾ നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയ വീഡിയോ ഈ ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നതും ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ അഡീഷണൽ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സാമ്പിഡ ഡാൻസിന് ഡാൻസിങ് മാത്രമല്ല, നീന്താനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സംസാരിക്കാൻ വരെ പറ്റും എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് നീന്തുന്ന വീഡിയോയും അതേപോലെ തന്നെ സാമ്പിഡ എന്ന് പറയുന്ന ആ ഡാൻസ് മറ്റൊരായിട്ട് സംസാരിക്കുന്ന വീഡിയോ ക്ലിപ്പ് വരെ ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്നാൽ ഈ വീഡിയോ ഞാൻ കുറച്ചും കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കിന് പ്രത്യേക സമയത്ത് ഇത് ഡാൻസ് കളിക്കുന്നതിന്റെ കൂടെ ഒരു കാല് പോലെ തോന്നിക്കുന്ന ഒരു രൂപം കാണുകയുണ്ടായി. എന്നാൽ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്, ഈ വീഡിയോ കാണാനായി ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന കാര്യം. എന്നാൽ ഒരു MD ആയിരിക്കുന്ന ഒരു ഡാൻസിങ് സാധനം മറ്റൊരാളോട് സംസാരിക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ സയൻസ് എപ്പോഴും അത് ഏറ്റെടുക്കുകയും അതിനെപ്പറ്റി സയന്റിഫിക് ആയിട്ടൊന്നും പറയാൻ ഇല്ലെങ്കിൽ പോലും കുറെ ഹൈപ്പോത്തിസിസ് എങ്കിലും വന്നേനെ. ഇതങ്ങനെ ഒന്നും നമുക്ക് കാണുവാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇതിനൊരു എൻറ്റയർ വീഡിയോ എനിക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല. അതായത് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു എൻറ്റയർ വീഡിയോ കാണുവാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരിക്കലും ഇത് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായി പോവുകയും ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ വെച്ച് നമുക്ക് ഇത്ര ലിമിറ്റഡ് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിയാൻ കഴിയുള്ളൂ. ഇതെന്തായിരിക്കും ശരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ, മീ എം എ